തൃശൂർ സ്വദേശി അതുൽ വാര്യരുടെ ബുള്ളറ്റിലെ ലോക സഞ്ചാരത്തിന് നാളെ തുടക്കമാകും. 1.5 വർഷം ദൈർഘ്യമുള്ള യാത്രയ്ക്കായി ബംഗളൂരുവിലെ വീടും സ്ഥലവും വിറ്റാണ് അതുൽ പണം കണ്ടെത്തിയത്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ പിറ്റേന്ന് തുടങ്ങുന്ന യാത്രയുടെ ലക്ഷ്യം പരിസ്ഥിതി പഠനം കൂടിയാണ്. കന്യാകുമാരിയിൽ നിന്നും അതുൽ തന്റെ ബുള്ളറ്റിൽ ലോകം കാണാൻ ഇറങ്ങുകയാണ്. അതുലിന്റെ സഞ്ചാരപഥത്തിൽ 5 ഭൂഖണ്ഡങ്ങൾ, 40 രാജ്യങ്ങൾ. നേരത്തെ ബംഗളൂരുവിലെ സുഹൃത്തുക്കളുമൊത്തായിരുന്നു യാത്രകൾ. തുടർന്ന് ഒറ്റയ്ക്ക് നടത്തിയ ബുള്ളറ്റ് യാത്രയുടെ ഊർജ്ജത്തിലാണ് രാജ്യാതിർത്തികളെ ഒറ്റയ്ക്ക് തന്നെ ഭേദിക്കണമെന്ന സ്വപ്നമുണ്ടാകുന്നത്. 15 വർഷത്തെ സമ്പാദ്യമെല്ലാം യാത്രയ്ക്കായി ഉപേക്ഷിച്ചു. ബംഗളൂരുവിലെ ജോലിയും. ലിവിങ് എ ലൈഫ് ഫുൾ ഓഫ് റിഗ്രറ്റ്, ലിവ് യുവർ ഡ്രീം. അങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു ഐഡിയനെ ശരിക്കും അങ്ങോട്ട് ഉറപ്പിച്ച് ഞാൻ ചെയ്യാൻ പോകണമെന്ന് അതൊരു സിമെൻറ്റിങ് ഫാക്ടറായിരുന്നു. അപ്പോൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഫണ്ട് റേസ് ആണ്. അപ്പോൾ പിന്നെ എളുപ്പമായി. ആ തീരുമാനം എടുക്കലാണ് ഇതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർഗ്ഗങ്ങൾ ഉണ്ടാവും ബൈ ഡിഫോൾട്ട്. അപ്പോൾ പിന്നെ വന്നത് ആരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ കയ്യിലത്തെ കാശ്, കയ്യിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അത് ലിക്വിഡേറ്റ് ചെയ്യാം. പരിസ്ഥിതി ദിനത്തിന്റെ പിറ്റേന്ന് തുടങ്ങുന്ന യാത്രയിൽ പ്രകൃതിയുടെ ലാവണ്യശാസ്ത്രം കൂടി അതുൽ പഠന വിഷയമാക്കുന്നു. എൻവയൺമെന്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുറമേ രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അത് മനസ്സിലാക്കാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും. അതിനെ പറ്റി അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമാണല്ലോ. 13 വർഷം പഴക്കമുള്ള തന്റെ തണ്ടർബേർഡ് ബൈക്കാണ് അതുൽ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. തൃശൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് 2 മാസം കൊണ്ട് ബൈക്കിന്റെ അറ്റകുറ്റപ്പണികൾ ഹൃദിസ്ഥമാക്കി. ഇനി സഞ്ചാരം. ഇന്ത്യയുടെ തെക്കേ മുനമ്പ് മുതൽ ദക്ഷിണാഫ്രിക്ക വരെ നീളുന്ന പ്രയാണം. യാത്ര ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ആരുമുണ്ടാകില്ല. എന്നാൽ അതുലിനെ പോലെയുള്ളവർ വിരളമായിരിക്കും. എന്തുതന്നെയായാലും അതുലിന്റെ ലോകസഞ്ചാരത്തിന് നമുക്ക് ആശംസകളേകാം. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.